Good morning, students. Today we can see the illustration 1. Illustration 1 question നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് 4 കിറ്റ്സ് ഓഫ് ഇൻകം തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഹെഡ് വൈസ് ആയിട്ട് എഴുതുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതർ ഇൻകത്തിലെ അതർ സോഴ്സസിൽ വരുന്നതാണ്, LTCG, ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഹെഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം 4 ഹെഡ്സ് ഓഫ് ഇൻകം, സാലറീസ് ഒഴിച്ച് ബാക്കി 4 ഹെഡ്സ് ഓഫ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ഹെഡിൽ വരുന്ന ഇൻകംസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതാത് ഹെഡിൽ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. ആൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U, 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് മൈനസ് ചെയ്യാവുന്നതാണ് അക്കോർഡിംഗ് ടു ദി എലിജിബിലിറ്റി ഓഫ് ദി അസസി എലിജിബിൾ ആണോ അല്ലയോ, എത്രത്തോളം മാക്സിമം എലിജിബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഹിയർ നമുക്ക് ക്വസ്റ്റ്യനിൽ 3 ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. Purchased NSE 8 issue, deposited in PPF, subscription to eligible issue of capital. ഇതെല്ലാം ഈ 3 തരത്തിലുള്ള എക്സ്പെൻസസും സ്പെൻഡിങ്സും എവിടെ വരുന്നതാണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Cയിൽ വരുന്നതാണ്. ഓക്കെ, സോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Cയിൽ പർച്ചേസ്ഡ് NSE 30,000, deposited in PPF 60,000, subscription to eligible issue of capital 35,000. ഈ 3 വരുന്നുണ്ട്. ഓക്കെ, അതിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ, എത്രത്തോളം ഇതുപോലെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടോ, സ്പെൻഡിങ്സ് ഉണ്ടോ, പേയ്മെന്റ്സ് ഉണ്ടോ, അതിനെല്ലാം നമുക്ക് ഈ 80C അനുസരിച്ചുള്ളതാണെങ്കിൽ അതിനെല്ലാം, അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ റീപേയ്മെന്റ്, PPF, പോലെ തന്നെ SPF, അങ്ങനെ പല തരത്തിലുള്ള ഡിഡക്ഷൻസ് നമുക്ക് 80Cയിൽ ക്ലെയിം ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ 80Cയുടെ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാ ഡിഡക്ഷൻസും നമ്മളിങ്ങനെ ഒന്നേന്ന് താഴെ എഴുതി പോവുക. എന്നിട്ട് ഇന്നർ കോളത്തിൽ ടോട്ടൽ ചെയ്യുക. ഇന്നർ കോളത്തിൽ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 80Cയിലെ ഡിഡക്ഷൻസ് മൊത്തവും എല്ലാ പേയ്മെന്റ്സിന്റെയും ഡിഡക്ഷൻസ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര മാക്സിമം ഡിഡക്ഷൻ വരാൻ പാടുള്ളൂ? 1,50,000 വരാൻ പാടുള്ളൂ. 1,50,000 അധികമാണെങ്കിൽ 1,50,000 മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഹിയർ ഇത് കുഴപ്പമില്ല, കാരണം എത്രയാ? 1,25,000 ആണ് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ ഡിഡക്ട് ദി ഹോൾ എമൗണ്ട്. ആൻഡ് ഇൻ കേസ് ഇവിടെ നമുക്ക് എമൗണ്ട് വന്നിരുന്നത് 2 lakh ആണെന്ന് വിചാരിക്കുക. 2 lakh ആണെങ്കിൽ നമ്മൾ എഴുതുക എന്താ? സബ്ജക്ട് ടു a deduction under 80C, the total deduction claimed, maximum amount of deduction that can be claimed under section 80C will be 1,50,000. So we can deduct only up to 1,50,000. So here ഇത് പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് സാറില്ല, എന്നാലും ഈ ഒരു കണ്ടീഷൻ ഇത് എഴുതി വെക്കുക. സോ യു വിൽ ഗെറ്റ് 1,25,000 മൈനസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം ആസ് 10,70,000. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ബാലൻസ് തന്നിരിക്കുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം തന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം തന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇൻകത്തിനോടുകൂടി അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്തിട്ട് വേണം അഗ്രിഗേറ്റ് ഇൻകം കണ്ടുപിടിച്ചിട്ട് ഒരു സ്പെഷ്യൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പഠിച്ചായിരുന്നു. അതിനനുസരിച്ച് വേണം അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് വിഡ്രോൺ ഫ്രം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എക്സംപ്റ്റഡ് ഇൻകംസിൽ പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ആൻ എക്സംപ്റ്റഡ് ഇൻകം. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ഇൻകവും, അതുപോലെ സാലറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, PPF നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മളതിനെ എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് എടുക്കുന്നത്. സോ നോ നീഡ് ടു ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദി ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ഇവിടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അഗ്രികൾച്ചറൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എന്താണ്? അഗ്രിഗേറ്റ് ഇൻകം. അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന എന്താ സ്റ്റെപ്സ്? എന്ന് പറഞ്ഞിട്ട് ടാക്സ് അറ്റ് സ്പെഷ്യൽ റേറ്റ് കണ്ടുപിടിക്കുന്നു. സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസൽസ്, അതുപോലെ LTCG, STCG അണ്ടർ സെക്ഷൻ 111A, അതുപോലെയുള്ള സെക്ഷൻസിൽ വരുന്ന സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ടാക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ ഹിയർ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. LTCG തന്നിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് അറിയാം എന്താ? അതിന് ടാക്സ് സ്ലാബിലല്ല ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ടാക്സ്ഡ് അറ്റ് സ്പെഷ്യൽ റേറ്റ്, അറ്റ്
LTCG at 20% ആണ് ടാക്സ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 11,70,000 LTCG എത്രയുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയുണ്ട്, ഇറ്റ് ഈസ് 50,000. സോ 50,000 20%, that is 10,000 ആണ് എന്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അടയ്ക്കുന്ന ടാക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ടാക്സ് ഓൺ ബാലൻസ് ടോട്ടൽ ഇൻകം. ബാലൻസ് ഇൻകം അറ്റ് നോർമൽ റേറ്റിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോർമൽ റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയിലായിരിക്കും, 11,70,000 നിന്ന് എന്ത് പോയാൽ 50,000 പോയാൽ ബാക്കി എത്ര ടോട്ടൽ ഇൻകം കിട്ടുന്നുണ്ട്, ഇറ്റ് ഈസ് 11,20,000 ഉണ്ട് അല്ലെ. 11,20,000 ഉണ്ട്. ഈ 11,20,000 നമ്മുടെ നോർമൽ റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നോർമൽ റേറ്റിൽ ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാ, ഓൺ ഫസ്റ്റ് 2,50,000 നെക്സ്റ്റ് 2,50,000, അതായത് 2,50,000 to 5 lakh 5%. അപ്പൊ എത്രയായി, 5 lakh ആയി. നെക്സ്റ്റ് 5 lakh to 10 lakh, that is next 5 lakh 20% എത്ര വരും, അപ്പൊ ഇപ്പൊ എത്രയായി, ഇപ്പൊ ആകെ 10 lakh ആയി അല്ലേ. ഇനി ബാലൻസ് എത്രയുണ്ട്, ടോട്ടൽ എത്രയുള്ളത് 11,20,000 അല്ലേ. അതിൽ 2,50,000 നമ്മൾ ടാക്സ് കൊടുക്കണ്ട. പിന്നത്തെ 2,50,000 5% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നത്തെ 5 lakh 20% വെച്ച്. അപ്പൊ ഇപ്പൊ എത്രയായി, 10 lakh ഓൾറെഡി നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ബാലൻസ് എത്രയുള്ളത്, ബാലൻസ് 1,20,000 ആണുള്ളത്. ആൻഡ് അതിൽ 30% ടാക്സ് റേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദി ടാക്സ് റേറ്റ്സ്. ടാക്സ് കിട്ടുന്നത് 1,12,500, 1,36,000 ടോട്ടൽ ചെയ്യുക. നമുക്ക് ടോട്ടൽ ടാക്സ് കിട്ടുന്നത് 1,58,500 വരും. ഓക്കെ, ആൻഡ് ഈ 1,58,500 നിന്ന് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ലെസ് എന്ത് ചെയ്യണം, ലെസ് ടാക്സ് ഓൺ. ഇവിടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഏജ് എങ്ങനെയാ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഏജ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ നോർമൽ ഇൻഡിവിജ്വൽ. സോ 2,50,000 ടാക്സ് സ്ലാബ് എത്ര വരെ മാക്സിമം ടാക്സ് നില്ലായിട്ട് വരുന്നത്, 2,50,000 വരെ. പ്ലസ് എന്ത് ചെയ്യുക, അഗ്രികൾച്ചറൽ ഇൻകം ചെയ്യുക. അഗ്രികൾച്ചറൽ ഇൻകം 1 lakh. ഓക്കെ, സോ എത്ര വന്നു, 3,50,000 വന്നു. 3,50,000 അപ്പൊ എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്, ഫസ്റ്റ് ഇതിലെങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, ഈ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുക. സോ വാട്ട് വിൽ ബി ദ ടാക്സ് on first 2,50,000 നെക്സ്റ്റ് 2,50,000 പിന്നെ എത്രയുള്ളത്, നെക്സ്റ്റ് 1,50,000 എത്ര വരും, 5% ടാക്സ് വരും. സോ ഇറ്റ് കംസ് 5,000. ഫസ്റ്റ് 2,50,000 നെക്സ്റ്റ് 1 lakh, സോറി 1,50,000 നെക്സ്റ്റ് 1 lakh അല്ലെ. നെക്സ്റ്റ് 1 lakh എത്ര വരും, ഇറ്റ് ഈസ് 5%. 1 lakh 5% എടുക്കുക. സോ 5,000 ഇറ്റ് വിൽ കം ആസ് 5,000. കാൽക്കുലേഷൻസ് ചെയ്യുക കേട്ടോ, കാൽക്കുലേഷൻസ് ചെയ്ത് തന്നെ കാണിക്കുക. സോ ദ ആൻസർ വിൽ ബി 1,53,500. ഇനി ഇതിലെന്താ ചെയ്യേണ്ടത്, ഇതിൽ സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ സെസ് കാൽക്കുലേറ്റ് ചെയ്യുക. സർചാർജ് ഇവിടെ ഇല്ല, കാരണം 50 lakh മുകളിലാണെങ്കിൽ മാത്രമേ സർചാർജ് വരുന്നുള്ളൂ. ടോട്ടൽ ഇൻകം നമുക്ക് എത്ര വന്നിട്ടുള്ളൂ, 11,70,000 വന്നിട്ടുള്ളൂ. സോ വി കാൺ ചാർജ് എനി സർചാർജ് ഓൺ ദിസ് ഇൻകം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് സർചാർജ് ഇല്ലെന്ന് പറഞ്ഞ് എഴുതുക. ആഡ് എഡ്യൂക്കേഷൻ സെസ്, ഇതിൻ്റെ എഡ്യൂക്കേഷൻ സെസ് 4% കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ഇനി TDSO അതുപോലെ തന്നെ
അഡ്വാൻസ് ടാക്സ് പെയ്ഡോ ഉണ്ടെങ്കിൽ അതുകൂടെ ലെസ് ചെയ്യാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലെസ് ചെയ്തിട്ട് വേണം നെറ്റ് ടാക്സ് കണ്ടുപിടിക്കാനായിട്ട്. ആൻഡ് അതോടൊപ്പം തന്നെ 5 lakhൽ താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ, 5 lakhൽ താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ നമുക്ക് എന്താ ഒരു 12,500 rupees റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഉണ്ട്. അതിവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് 5 lakhൽ കൂടുതലാണ് ടോട്ടൽ ഇൻകം വന്നിരിക്കുന്നത്. സോ നോ റിബേറ്റ് വിൽ ബി ക്ലെയിംഡ് ബൈ ദിസ് പേഴ്സൺ. സോ ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി ടാക്സ് പേയബിൾ വിൽ ബി 1,59,640. ഓക്കെ.